ഹലോ എവ്രി വൺ, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഒരു വാം ഗുഡ് മോർണിംഗ് കേട്ടോ. വീഡിയോയിൽ നല്ലൊരു പുലർച്ചെ കാണുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയാതെ എങ്ങനെ നമ്മൾ വീഡിയോ തുടങ്ങുമല്ലേ? ഞങ്ങളേ ഒരു യാത്രയിലേക്ക് പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഓണം വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഒരു ഫാമിലി ട്രിപ്പ് ആക്കിയേക്കാന്ന് കരുതി. വെക്കേഷൻ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ട്രിപ്പൊന്നുമല്ല, കോയമ്പത്തൂർ വരെ ഒരു ഡ്രൈവ്. അപ്പോൾ ഞങ്ങൾ 2 ദിവസത്തേക്ക് ഒന്ന് പോയി തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. വെളുപ്പിനെ തന്നെ റെഡി ആവേണ്ടി വന്നുകൊണ്ട് പിള്ളേരൊക്കെ ഒരു ഉറക്കം മൂഡിലാണ് ഉള്ളത്. ഹലോ, ലഗേജൊക്കെ കാറിൽ വെച്ച് വീടൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിട്ടോ. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് ഒരു ഹോട്ട് ചിപ്സിൻ്റെ ഷോപ്പാണ്. അവിടെ നിന്ന് കുറച്ച് ചിപ്സൊക്കെ വാങ്ങി വണ്ടിയിൽ നിറയ്ക്കാമെന്ന് വിചാരിച്ചു. ചിപ്സ് വാങ്ങിക്കാൻ നിർത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഹോട്ട് ചിപ്സ് എന്നും പറഞ്ഞിട്ട് കുറേ ഷോപ്സ് നമ്മൾ അത്താണി ഏരിയയിലേക്ക് പോകുമ്പോൾ കാണാമല്ലോ. അതായത് കേരളത്തിൻ്റെ കുറേ ചിപ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന എയർപോർട്ടിലേക്ക് പോകുന്നവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആസ്പെക്റ്റാണെന്ന് തോന്നണം. എല്ലാ വെറൈറ്റി കുറേ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള ചിപ്സൊക്കെ ഉണ്ട്. എനിക്ക് കേരള ചിപ്സ് ആണ് താല്പര്യം, നാടൻ ചിപ്സുകളൊക്കെയാണ്. പിള്ളേർക്ക് ലേസും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ ഇതിപ്പോൾ വന്നപ്പോൾ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് കണ്ടപ്പോൾ പിന്നെ എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ചോക്ലേറ്റ്സ് കിട്ടും, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ പറഞ്ഞ പോലെ കുറേ സുവനീഴ്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ കുറച്ച് നേരം ഇതിലെ കൂടെയൊക്കെ കറങ്ങി നടന്നു, എന്താണെന്നൊക്കെ നോക്കി. ഞങ്ങൾക്ക് പിന്നെ ഓപ്പൺ പ്ലാനാണല്ലോ, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇന്ന ടൈമിൽ എത്തിക്കൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ. സോ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ്. പിന്നെ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയോണ്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻഡാണ്. നമ്മൾ എടുത്തേക്കുന്ന റൂമെന്ന് പറയുന്ന കോയമ്പത്തൂർ ഓബൈ താമര എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ചെക്ക് ഇൻ ടൈം ആകുമ്പോഴേക്കും നമ്മൾ എത്തും. എങ്ങനെ പോയാലും 4 hours ജേർണി അല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ആവശ്യമുള്ള ചിപ്സും സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഹൈവേ പിടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വലിയ പ്ലാനൊന്നുമില്ല. നമ്മളവിടെ നേരത്തെ പറഞ്ഞ ഓബൈ താമര എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1 day അവിടെ താമസിക്കണം. എന്നിട്ട് CS പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, കൗച്ച് സർഫിങ്ങിൻ്റെ, അവിടെ നമ്മൾ അനസക്ക അതിൻ്റെ മെമ്പറാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും കോണ്ടാക്ട്സ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 പേരൊക്കെ കോണ്ടാക്റ്റ് ഹോസ്റ്റിംഗ് റെസ്പോൺസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും ഹോസ്റ്റ് ചെയ്യാൻ റെഡി ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യണം, അവിടുത്തെ ലോക്കൽസിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ആ നാട്ടിലത്തെ ലോക്കൽ ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഒരു പ്ലാനാണ് ഞങ്ങൾക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സത്യത്തിൽ എനിക്ക് ലീവൊക്കെ ഉണ്ട്, വീക്കെൻഡാണ്, സ്കൂൾ വെക്കേഷനാണ്. സോ വേണമെങ്കിൽ എക്സ്ട്രാ ഡേയും കൂടെ നിൽക്കാം എന്നുള്ള പ്ലാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഓപ്പൺ പ്ലാനിലാണ് ഞങ്ങൾ സത്യത്തിൽ യാത്ര തിരിക്കുന്നത്. ടോളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫാസ്ടാഗ് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടോളൊക്കെ പാസ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ. അതൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ എന്നും ബിസി സ്കെഡ്യൂളാണല്ലോ, ആ ഒരു ഇതിൽ ഒരു റിലാക്സ് ആയിക്കോട്ടെ എന്ന് കരുതി ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ്, അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് കടന്നത് കേട്ടോ. വലിയ പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ടല്ലോ. അനസക്ക ആണെങ്കിൽ ഞങ്ങൾ 2 പേരും മാറി മാറി ഓടിച്ചു. അനസക്ക എന്നെ കുറേ ഉപദേശിച്ചു കേട്ടോ, എങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ വീഡിയോസ് എടുക്കണം. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ വീഡിയോസ് എടുക്കാനും കാര്യങ്ങളും ഒക്കെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുള്ളി എൻ്റെ ഒരു മോട്ടിവേറ്ററും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കാണ് പാലക്കാട് ലുലു മോൾ ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ ഹേസലിനൊക്കെ വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് ലുലു മോളിൽ കയറിയേക്കാം, ജസ്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് കാണാം. ലുലു മോൾ എവിടെ കണ്ടാലും നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പം ഇതത്ര വലിയ ലുലു മോളൊന്നുമല്ല കേട്ടോ, 2 ഫ്ലോറേ ഉള്ളൂ. താഴെ കുറച്ച് ഷോപ്സും മുകളിലൊരു ഫുഡ് കോർട്ടുമായിട്ട് ഒരു ചെറിയ ലുലു മോള്. ഞങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും കാറിൽ തന്നെ കയറി തിരിച്ച് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇതുപോലുള്ള റോഡ് ട്രിപ്പൊക്കെ ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യും കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരുമായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആവും.
കുറച്ചുകൂടി അവർക്ക് എക്സ്പോഷർ ഉണ്ടാവും, കുറച്ചുകൂടി എക്സ്പീരിയൻസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെമ്മറീസാണ് ഈ പറഞ്ഞ യാത്രകളൊക്കെ. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളുമായിട്ട് യാത്ര പോകണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരുടെയും അഭിപ്രായം എങ്ങനെയാണെന്നറിയില്ല, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ. അങ്ങ് ദൂരെ നോക്കി നമ്മൾ കേരള ബോർഡറൊക്കെ ആയി അങ്ങ് ദൂരെ മലകളൊക്കെ കാണാം. കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലെത്തിയപ്പോഴേക്കും വിശന്നിട്ട് മനുഷ്യനെ കണ്ണ് കാണാൻ പറ്റില്ലുണ്ടായി. ഫുഡ് കഴിക്കാൻ വേണ്ടി അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റിലെത്തി കേട്ടോ. കോയമ്പത്തൂരൊക്കെ കടന്നല്ലോ. കുറേ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റെക്കമെൻഡേഷനാണ് ഈ അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഓത്തൻറ്റിക് തമിഴ് കുസിൻസ് ആണ് കേട്ടോ. എപ്പോഴത്തെയും പോലെ തന്നെ ഹെയ്സൽ ലിയാമും ചോറൊന്നും ഓർഡർ ചെയ്തില്ല. അവർക്ക് റൈസിന് പകരം ഗീ റോസ്റ്റും ഗീ പൊടി റോസ്റ്റൊക്കെയാണ്. ഞങ്ങൾ സ്പെഷ്യൽ മീലും സ്പെഷ്യൽ താലി മീലും നോർമൽ മീൽസും ഓർഡർ ചെയ്തു. നോക്കി എന്ത് വലിയ പപ്പടം നോക്കി, അവിടുത്തെ ഭയങ്കര വലിയ പപ്പടം. സ്പെഷ്യൽ മീൽസിൽ വന്നിട്ട് ചപ്പാത്തി, പരിപ്പ് വട, പനീർ പക്കോട, ഗുലാബ് ജാമുൻ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോർമൽ റൈസിൽ വരുമ്പോൾ അത്രയൊന്നുമില്ല. കറികൾ, പായസം, റൈസ്, മറ്റേ പച്ചരിച്ചോറില്ലേ, അതൊക്കെയാണ് നോർമൽ മീൽസ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ഓബേ താമരയിലേക്ക്. ഈ ഓബേ താമര ട്രിവാൻഡ്രത്തും ഉണ്ട് കേട്ടോ. സിറ്റിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലും ഈ പറഞ്ഞ പോലെ എന്താണ് എയർപോർട്ടിന് വളരെ ക്ലോസ് ബൈ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യലൊക്കെ ഞങ്ങൾ യൂഷ്വലി പിള്ളേരെ കൊണ്ട് തന്നെ കേട്ടോ ചെയ്യിപ്പിക്കാറ്. അവരതൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര ക്ലാസ്സിയാണ്. നമ്മൾ 4 പേരുണ്ടല്ലോ, അപ്പം 4 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റൂമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതൊരു സോഫ കം ബെഡും 2 ക്വീൻ സൈസ് ബെഡും 2 വാഷ്റൂമും ഒക്കെയുള്ള അത്യാവശ്യം ലക്ഷറീസ് ആയിട്ടുള്ളൊരു റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് കേട്ടോ. ഹേസിൽ പിന്നെ എവിടെ ചെന്നാലും ആദ്യം വാഷ്റൂമിൻ്റെ ഭംഗിക്ക് ആസ്വദിച്ച് ആ മിററിലൊക്കെ ഒന്ന് നോക്കി. അതാട്ടോ അവളുടെ പരിപാടി. എങ്ങനെ പോയാലും പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഫണ്ണാണ് കേട്ടോ. ഒട്ടുമിക്ക ഹോട്ടൽസിലുള്ള പോലെ തന്നെ ഫ്രിഡ്ജും കുട്ടികൾക്ക് കഴിക്കാനുള്ള ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെപ്പറേറ്റ്ലി ചാർജബിളാണ് കേട്ടോ. ഞങ്ങളിവിടെ മൊത്തത്തിൽ നോട്ടീസ് ചെയ്തൊരു സംഭവം നോ പ്ലാസ്റ്റിക്സ്, എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇതുണ്ട്, ഇത് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് കേട്ടോ അവർ ഞങ്ങളെ വെൽക്കം ചെയ്തത്. ഒരു ഹെവി ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അൻസിക്കൊക്കെ ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഒരു ചെറിയ നാപ്പൊക്കെ എടുത്തിട്ട് പൂളിലേക്ക് പോകാമെന്ന് കരുതി പൂളിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെന്നപ്പം പൂളിൻ്റെ ഏരിയയിൽ ജിമ്മുണ്ട്, സോണയുണ്ട്, സ്റ്റീം ബാത്ത് ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാമെന്ന് കരുതി. എപ്പോൾ ചെന്നാലും എവിടെ ഏത് ഹോട്ടലിൽ പോയാലും സ്റ്റീമും സോണയും ഞങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഭയങ്കര റിലാക്സ് ഫീലാണ്. മക്കൾക്ക് ഇതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും അല്ല കേട്ടോ. അവർക്കിങ്ങനെ അടങ്ങി സോണയിലും സ്റ്റീം ബാത്തിനൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് അവരുണ്ടായില്ല എൻ്റെ കൂട്ടത്തിൽ. പിള്ളേർക്ക് എങ്ങനെ പോയാലും പൂള് തന്നെ ആയിരിക്കുമല്ലോ പ്രയോറിറ്റി. പൂളിലെ കളികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രഷായിട്ട് ജസ്റ്റ് ഒന്ന് ലോക്കൽ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി റോഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ. നടന്ന് പോവാണ്, കാറൊന്നും എടുത്തില്ല. ജസ്റ്റ് എന്താണ് ലോക്കൽ സ്ട്രീറ്റ്സൊക്കെ ഒന്ന് കാണാം, നിയർ ബൈ സ്ട്രീറ്റൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഡിന്നറിന് മുന്നേ ആയിട്ട് കേട്ടോ. ഡിന്നറിന് ടൈം ആവുന്നുണ്ടായിരുന്നുള്ളൂ, ഒരു 30 മിനിറ്റ്സും കൂടി ഉണ്ടായിരുന്നു ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നല്ല പൂക്കൾ, മുല്ലപ്പൂ വിൽക്കുന്ന കടയും പാനിപൂരി ഷോപ്സും അങ്ങനെ കുറേ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും ട്രൈ ചെയ്തില്ല ഫുഡൊന്നും, കാരണം ഓൾറെഡി ഡിന്നർ ബൊഫെ അവിടെ സെറ്റാണല്ലോ. അപ്പോൾ പിന്നെ അത് ഇൻക്ലൂഡഡ് ആണ് ഞങ്ങളുടെ പാക്കേജിൽ. അതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും പുറത്തുനിന്ന് കഴിച്ചില്ല, എല്ലാം നാളത്തേക്ക് വെച്ചു. അങ്ങനെ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്
ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കേട്ടോ. അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ കേരള ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ഓണം. അപ്പോൾ കുറച്ച് മെനൂസൊക്കെ അവർ പറഞ്ഞു തന്നു, അതൊക്കെ ഉള്ളൂ. ലൈക്ക് പുട്ട്, സ്റ്റൂ, കടലക്കറി, അങ്ങനെയുള്ള കുറച്ച് ഐറ്റം, പിന്നെ അപ്പം, കേരള അപ്പം ഉണ്ടല്ലോ, നമ്മുടെ നാടൻ അപ്പം, അതൊക്കെയുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോർമൽ ബൊഫെ കൗണ്ടറും അപ്പുറത്ത് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് സാലഡ്സ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, എന്താ പറയുക, റൈസ്, വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ടായിരുന്നു, ന്യൂഡിൽസ് ഉണ്ടായിരുന്നു, പിന്നെ ദോശ കൗണ്ടർ ഉണ്ടായിരുന്നു, ബിരിയാണി വെറൈറ്റീസ്, ലൈക്ക് വെറൈറ്റീസ് ഓഫ് റൈസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ടല്ലോ ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ലൊരു മെനു ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ പറയണ്ടല്ലോ, എല്ലാ ഫുഡും ട്രൈ ചെയ്തു. കുട്ടികളും ഞാനും ഒക്കെ അത്യാവശ്യം ഒരു 1 hour ഇവിടെ ഫുഡ് കഴിക്കാൻ തന്നെ സ്പെൻഡ് ചെയ്തു. എല്ലാ ഫുഡും ട്രൈ ചെയ്തു. നല്ലൊരു ഡിന്നറായിരുന്നു. ഡിന്നറൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച് ലോബിയിലൊക്കെ പോയിരുന്ന കുറച്ച് നേരം കുട്ടികളുമായിട്ട് ചിറ്റ്ചാറ്റൊക്കെ ചെയ്ത് നാളത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് പോയി. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇനി പ്രത്യേകിച്ച് പ്ലാൻസൊന്നും ഞങ്ങൾക്ക് ഇന്നിനിയില്ല, ഉറക്കമാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ നാളത്തെ വിശേഷം കാണാം.